ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഫസ്റ്റ് ക്ലെൻസിങ്, സെക്കൻഡ് മോയ്സ്ചറൈസിങ്, തേർഡ് സൺ പ്രൊട്ടക്ഷൻ. ഇതിലൊന്നാമത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ് ചെയ്യുന്നത് പ്രധാനമായും സ്കിന്നിൻ്റെ സർഫസിലുള്ള എക്സസ് ഓയിൽ അഥവാ സീബം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലെൻസിങ്ങിന് 3 ആക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ സർഫസിലുള്ള ഓയിൽ, സീബം എന്നിവ റിമൂവ് ചെയ്യുക. രണ്ടാമതായി, ഐഡിയലായ സ്കിൻ pH ബാലൻസ് ചെയ്യുക. മൂന്നാമതായി, മറ്റു പ്രോഡക്ട്സിൻ്റെ പെനിട്രേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇനി ക്ലെൻസിങ്ങിനായി നമ്മൾ ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതായത് ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും സെപ്പറേറ്റ് ക്ലെൻസേഴ്സ് ആണ് ആവശ്യം. ഓയിലി സ്കിന്നുള്ളവരുടെ സ്കിൻ സർഫസിൽ സീബം അഥവാ ഓയിൽ സെക്രീഷൻ കൂടുതലായിരിക്കും. അവർക്ക് ഡീഹൈഡ്രേഷൻ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓയിൽ റിമൂവ് ചെയ്യുന്ന ഫോമിംഗ് ക്ലെൻസേഴ്സ് ആയിരിക്കും അവർക്ക് ഐഡിയൽ. സാലിസിലിക് ആസിഡ് പോലെയുള്ള ആക്റ്റീവ്സ് അടങ്ങിയ ക്ലെൻസേഴ്സ് ഓയിലി സ്കിന്നുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. എന്നാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് സാധാരണയായി മുഖക്കുരു നമ്മൾ കാണാറുണ്ട്. മുഖക്കുരു ഉള്ള പേഷ്യൻസ് ഓൾറെഡി റെറ്റിനോയിഡ്സോ അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് പോലെയുള്ള ആക്റ്റീവ്സോ അടങ്ങിയ ലേപനങ്ങൾ പുരട്ടാൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ ക്ലെൻസേഴ്സ് ദിവസത്തിൽ 2 നേരം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് യോജിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സാലിസിലിക് ആസിഡ് അടങ്ങിയ ക്ലെൻസേഴ്സ് രാവിലെ ഉപയോഗിക്കുകയും രാത്രി ആക്റ്റീവ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പായി മൈൽഡ് ക്ലെൻസേഴ്സ് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിൻ ഉള്ളവർ ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവരിൽ സീബം സെക്രീഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നോൺ ഫോമിംഗ് ക്രീമി ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഐഡിയൽ. എന്നാൽ ഡ്രൈ സ്കിൻ ഉള്ള ചിലരിൽ ആക്നെ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അത് സ്കിൻ pH മെയിൻറ്റെയിൻ ചെയ്യാനും ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും.